ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് വന്നിട്ടുള്ളത് രാമനാട്ടുകരയാണ്. രാമനാട്ടുകര ഭാഗത്തൊക്കെ റോഡ് പണി അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ പഴയ റോഡ് പൊളിച്ചു മാറ്റി ഇപ്പോൾ ഇവിടുത്തെ ഭാഗങ്ങൾ കാണാം നിങ്ങൾക്ക്. ഇവിടെ കാണുന്നത് ഇപ്പോൾ പഴയ റോഡിൻ്റെ ആ ഹൈറ്റ് ലെവലിലേക്ക് ഇവിടെ കുറച്ച് മുമ്പ് ഇവിടെ റോഡ് പണി ടാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും അതേപോലെ നമ്മളെ മുമ്പ് അവിടെ ചെയ്തു വെച്ചൊരു പാലമുണ്ടല്ലോ, ആ പാലത്തിൻ്റെ ആ ലെവലിലേക്ക് റോഡ് വർക്ക് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ ഈ കാണുന്ന കാഴ്ച. ഒരു സൈഡിലൂടെ വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ മണ്ണ് ലെവലൊക്കെ ചെയ്തത് കാണാം. അതിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് മിക്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് നമ്മളെ കോൺക്രീറ്റ് ടാറിങ് നടക്കുക. ടാറിങ്ങിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളെ കോഴിക്കോടേക്ക് പഴയ കോഴിക്കോട് മീൻചന്ത ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന റോഡ്. ഇപ്പോൾ അതാ തിരൂർ ബസ്സാണ് പോകുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബസ്സുകളൊക്കെ തിരിഞ്ഞു പോയിട്ട് അവിടെയുള്ള അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ടതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെ ഒരു അണ്ടർപാസ് വരാത്തതിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ ഇവിടം വരെ വന്നതിൻ്റെ ശേഷം വാഹനങ്ങളൊക്കെ അവിടെ പോയിട്ട് തിരിഞ്ഞു വരണം. അല്ലെങ്കിൽ രാമനാട്ടുകര ടൗണിൽ നിന്ന് തന്നെ നമുക്ക് നേരെ വന്നിട്ട് പാലക്കാട് റോഡ്, അതുപോലെ എയർപോർട്ട് റോഡിൻ്റെ ഉള്ളിലൂടെ വന്നതിൻ്റെ ശേഷം നമുക്ക് കോട്ടക്കൽ, മലപ്പുറം, തിരൂർ ഭാഗത്തോട്ട്, അതുപോലെ തൃശ്ശൂർ ഭാഗത്തോട്ടൊക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ അതിലൂടെ കടന്നു പോകാനാണ് നല്ലത്. ആദ്യം ഇവിടെ ആയിരുന്നു ഇതിൻ്റെ യൂ ടേണ്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പഴയ പാലത്തിൻ്റെ ഒരു സൈഡിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അവിടെ ടാറിങ് കഴിഞ്ഞതുകൊണ്ട് കാണാം. ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ഒരേ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ സൈഡിലെ റോഡ് പണി കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ഇതിലൂടെ പോവുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. അതാണ് ആ ഭാഗത്തോട്ടൊക്കെ പോയി നോക്കാം അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന്. കണ്ടില്ലേ, ഇതാണ് രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ ഒരേ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ റോളർ മെഷീനും അതേപോലെ ടാറ് ചെയ്ത് ലെവൽ ചെയ്യുന്ന മെഷീനൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തുള്ള മണ്ണ് ലെവലിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തും ഉടൻ തന്നെ ടാറിങ് നടക്കും. ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ടാറിങ് നടന്നതാണ്. ഇനി ഒരു കോട്ട് ടാറിങ്ങിൻ്റെ ഭാഗമായി കൂടെ വരാനുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇനി പഴയ രാമനാട്ടുകര ജംഗ്ഷന് ഉണ്ടാവില്ല. അത് ഇവിടെയുള്ള ഈ അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് ശേഷം തിരിഞ്ഞു പോവേണ്ടി വരും. ഇതാണ് നമ്മൾ പഴയ പാലവും പുതിയ റോഡും. പഴയ പാലത്തിന് മുകളിലൂടെ പുതുതായിട്ട് ടാറിങ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡിവൈഡറിൻ്റെ വർക്കും കുറച്ച് ഭാഗങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഡിവൈഡർ പൊളിച്ച് പുതിയൊരു ഡിവൈഡറാണ് വെച്ചിട്ടുള്ളത്. കാണാം, ഇപ്പോൾ കറുത്ത പെയിൻ്റൊക്കെ അടിച്ചിട്ട് കാണാം, കറുപ്പും വെള്ളയൊക്കെ. ഇവിടുത്തെ പഴയ പാലത്തിൽ ഇത്തരത്തിലല്ലേന്ന് ആ സൈഡിലുള്ളത് വേറെ മോഡലാണ്. അതൊക്കെ പൊളിച്ച് ഒഴിവാക്കി ഒന്നും കൂടെ വീതിയൊക്കെ കൂടിയ പോലെ തോന്നുന്നുണ്ട്. ശരിക്കും ഇനി കൂടിയിരിക്കണം അറിയില്ല. ആ പഴയ പാലത്തിൻ്റെ വീതിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിപൊളിയായിട്ട് പോവാം. ഇപ്പോൾ തന്നെ വാഹനങ്ങൾ നല്ല സ്പീഡിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് രാമനാട്ടുകര പഴയ പാലം. അതിപ്പോൾ പുതിയ പാലമാണെന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഒന്നും കൂടെ നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെ വാഹനങ്ങൾക്കൊക്കെ പോകാനുള്ള ഇതാക്കിയിട്ടുണ്ട്. നല്ല സെറ്റപ്പിൽ അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് രാമനാട്ടുകര പോകുന്ന വഴി, എയർപോർട്ടിൽ പോകുന്ന വഴി, അങ്ങനെയുള്ള ഒരു ജംഗ്ഷനായി. അതുപോലെ ഇനി നമുക്ക് ഈ റോട്ടിലൂടെ തന്നെയാണ് കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകളും ഒക്കെ പോകേണ്ടത്. ഇവിടെ വന്ന് തിരിഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ പെയിൻറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. നമ്മളെ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊരു അടിപൊളിയാവും. നീലടത്ത് പാലം, ഇവിടെ അങ്ങനെ ഒരു ചെറിയ പാലമുണ്ട്. അങ്ങനെ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തുള്ളൊക്കെ കാഴ്ചകൾ. ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും പുതുതായിട്ടൊക്കെ കാണുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.